ഫുട്ബോൾ വെറുമൊരു കളിയല്ല, അത് കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമാണ്. പച്ചപ്പുല്ല് വിരിച്ച ആ കളിമുറ്റത്ത് 22 കളിക്കാർ പന്തിനായി പോരാടുമ്പോൾ ആ കളിയെ നിയന്ത്രിക്കുന്ന 90 മിനിറ്റും കളിയിലെ നിയമങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളുണ്ട്, റഫറി. ഒരു കാലത്ത് പുരുഷന്മാരുടെ മാത്രം കുത്തകയായി കരുതിയിരുന്ന ആ കറുത്ത വസ്ത്രത്തിലേക്ക്, കയ്യിലെ വിസിലിലേക്ക് ഇന്ന് ഒരു വലിയ മാറ്റം കടന്നു വന്നിരിക്കുന്നു. അതെ, ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വനിതാ റഫറിമാർ തങ്ങളുടെ പേര് സ്വർണ്ണലിപികളാൽ എഴുതി ചേർക്കുകയാണ്. പുരുഷാധിപത്യത്തിൻ്റെ കോട്ടകളിൽ വിസിൽ ഊതിക്കൊണ്ട് അവർ പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫുട്ബോൾ മൈതാനങ്ങളെ നിയന്ത്രിക്കുന്ന ആ പെൺകരുത്തിൻ്റെ ചരിത്രത്തെയും അടുത്തിടെ ലോകകപ്പിൽ അവർ കുറിച്ച സമാനതകളില്ലാത്ത ഒരു വലിയ ചരിത്രത്തെയും കുറിച്ചാണ്. ഈ മാറ്റം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇതിന് പിന്നിൽ പതിറ്റാണ്ടുകളുടെ അവഗണനകളും പരിഹാസങ്ങളും അതിജീവിച്ച കുറേ സ്ത്രീകളുടെ കഠിനാധ്വാനമുണ്ട്. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പിന്നോട്ട് പോകാം. 1920കളിലും 30കളിലും സ്ത്രീകൾ ഫുട്ബോൾ കളിക്കുന്നത് പോലും പല രാജ്യങ്ങളിലും വിലക്കപ്പെട്ടിരുന്നു. അന്ന് കളി നിയന്ത്രിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നാൽ 1980കളോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. ബ്രസീലുകാരിയായ ക്ലോഡിയ എന്ന പേര് ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കില്ല. 91 നടന്ന ആദ്യത്തെ ഫിഫ വനിതാ ലോകകപ്പിൽ ഒരു ഫിഫ ടൂർണമെൻറ്റിൽ കളി നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറിയായി ക്ലോഡിയ മാറി. അന്ന് ഒരു ഫിഫ കമ്മിറ്റി അംഗം അവളോട് പറഞ്ഞു, വനിതാ റഫറിമാരുടെ ഭാവി ഇന്ന് നിൻ്റെ കൈകളിലാണ്. ആ വലിയ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിക്കൊണ്ടാണ് ക്ലോഡിയയും സംഘവും ചരിത്രം കുറിച്ചത്. തൊട്ടടുത്ത ലോകകപ്പിൽ, അതായത് 95ലെ ലോകകപ്പിൽ സ്വീഡൻ്റെ ഇംഗ്രിഡ് ജോൺസൺ ലോകകപ്പ് ഫൈനൽ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയായി മാറി. വനിതാ മത്സരങ്ങൾ നിയന്ത്രിക്കുക എന്നതിലുപരി പുരുഷന്മാരുടെ പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുക എന്നതായിരുന്നു അടുത്ത വലിയ വെല്ലുവിളി. ശാരീരിക ക്ഷമതയിലും വേഗതയിലും കായിക താരങ്ങളോടൊപ്പം നിൽക്കണമെന്നായിരുന്നു ഇതിലെ ഏറ്റവും വലിയ മാനദണ്ഡം. അവിടെയാണ് ഫ്രാൻസിൻ്റെ സ്റ്റെഫാനി ഫ്രാപ്പട്ട് എന്ന ഇതിഹാസം ജനിക്കുന്നത്. 2019 പുരുഷന്മാരുടെ യുവേഫ സൂപ്പർ കപ്പ് ഫൈനൽ നിയന്ത്രിച്ചുകൊണ്ട് ഫ്രാപ്പട്ട് ചരിത്രം കുറിച്ചു. പിന്നീട് പുരുഷന്മാരുടെ ചാമ്പ്യൻസ് ലീഗിലും അവർ വിസിലൂതി. ഇവിടെയും തീർന്നില്ല. 2022 ഖത്തർ പുരുഷ ലോകകപ്പിൽ ജർമ്മനിയും കോസ്റ്റാറിക്കയും തമ്മിലുള്ള മത്സരം നിയന്ത്രിച്ചുകൊണ്ട് പുരുഷ ലോകകപ്പിൽ കളി നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയായി സ്റ്റെഫാനി ഫ്രാപ്പട്ട് മാറി. അവർ തുറന്നിട്ട ആ വലിയൊരു വാതിലിലൂടെയാണ് ഇന്ന് പുതിയൊരു തലമുറ ചരിത്രത്തിലേക്ക് നടന്നു കയറുന്നത്. അതെ, ചരിത്രം വീണ്ടും തിരുത്തപ്പെട്ടത് 2026 പുരുഷ ലോകകപ്പിലാണ്. ഗ്രൂപ്പ് എയിലെ ഏറ്റവും നിർണായകമായ ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിന് അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചപ്പോൾ ഫുട്ബോൾ ലോകം ഇതുവരെ കാണാത്ത സുപ്രധാനമായ ഒരു മാറ്റത്തിനാണ് അവിടെ തുടക്കമിട്ടത്. ആ ആവേശ പോരാട്ടം പൂർണ്ണമായും നിയന്ത്രിച്ചത് വനിതാ റഫറിമാരുടെ ഒരു വലിയ കരുത്തുറ്റ സംഘമായിരുന്നു. അമേരിക്കയുടെ അഭിമാനമായ ടെറി പെൻസോ ആയിരുന്നു ആ മത്സരത്തിലെ പ്രധാന റഫറി. പുരുഷ ലോകകപ്പിൽ കളി നിയന്ത്രിക്കുന്ന ആദ്യ അമേരിക്കൻ വനിതയായി ടെറി മാറി. അവൾക്ക് കൂട്ടായി അസിസ്റ്റന്റ് റഫറിമാരായി ബ്രൂക്ക് മായോയും കാതറിൻ ബെൻസിറ്റും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റൊന്നായിരുന്നു. മൈതാനത്തെ റഫറിമാർക്ക് പുറമെ ആധുനിക ഫുട്ബോളിൻ്റെ വിധി നിർണ്ണയിക്കുന്ന വിരൽത്തുമ്പിലെ സാങ്കേതിക വിദ്യയായ വാർ അഥവാ വീഡിയോ അസിസ്റ്റന്റ് റഫറി റൂമിൻ്റെ ചുമതലയും ഒരു വനിതയ്ക്കായിരുന്നു. നിക്കരാഗയിൽ നിന്നുള്ള പ്രമുഖ ഫിഫ റഫറിയായ തത്യാന ഗുസ്മാൻ ആയിരുന്നു വാർ റൂമിൻ്റെ ചുമതല. ഒന്നിലധികം സ്ക്രീനുകളിലേക്ക് സൂക്ഷ്മമായി നോക്കി മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഓഫ് സൈഡുകളും പെനാൽറ്റികളും പുനഃപരിശോധിക്കുന്നത് അതീവ സങ്കീർണമായ ചുമതലയാണ്. ആ സങ്കീർണമായ ചുമതല തത്യാന ഗുസ്മാൻ എന്ന പെൺകരുത്തിൽ ഭദ്രമായിരുന്നു. മൈതാനത്തെ തീരുമാനങ്ങളും വാർ റൂമിലെ സാങ്കേതിക നിരീക്ഷണങ്ങളും ഒരേപോലെ വനിതകൾ കൈകാര്യം ചെയ്തതോടെ ആ മത്സരം ചരിത്രത്തിലെ ഏറ്റവും സുതാര്യവും മനോഹരമായ ഒന്നായി മാറി. ഒരു പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുക എന്നത് കഠിനമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഒരു മത്സരത്തിൽ ഇവർ ശരാശരി 10 മുതൽ 12 കിലോമീറ്റർ വരെയാണ് ഓടുന്നത്. പുരുഷ റഫറിമാർ പാസ്സാക്കേണ്ട അതേ കഠിനമായ ഫിറ്റ്നസ് ടെസ്റ്റുകൾ തന്നെയാണ് ടെറി പെൻസോയെപ്പോലുള്ള വനിതാ റഫറിമാരും പാസ്സാക്കുന്നത്. മൈതാനത്തോടുന്ന റഫറിക്ക് ശാരീരിക ക്ഷമതയാണ് പ്രധാനമെങ്കിൽ വാർ റൂമിലിരിക്കുന്ന തത്യാന ഗുസ്മാനെ പോലുള്ള റഫറിമാർക്ക് വേണ്ടത് അസാധ്യമായ ഏകാഗ്രതയും നിമിഷാർത്ഥത്തിൽ കളി വിലയിരുത്താനുള്ള മാനസിക കരുത്തുമാണ്. കടുത്ത സമ്മർദ്ദ ഘട്ടങ്ങളിലൂടെയും കോടിക്കണക്കിന് വരുന്ന കാണികളുടെയും കളിക്കാരുടെയും ഒച്ചപ്പാടുകൾക്കിടയിലും തെറ്റില്ലാതെ തീരുമാനങ്ങൾ എടുക്കുക എന്നത് ചെറിയ കാര്യമല്ല, ലിംഗഭേദമല്ല, മറിച്ച് അർപ്പണബോധവും കളിയിലെ മികവുമാണ് പ്രധാനമെന്ന് ഓരോ തീരുമാനങ്ങളിലൂടെയും അവർ കാട്ടിത്തരുന്നു. ഇന്ന് ടെറി പെൻസോയും കാതറിൻ നെസ്ബിറ്റും വാർ റൂമിലെ തത്യാന ഗുസ്മാനുമെല്ലാം കേവലം കളി നിയന്ത്രിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് കായികരംഗത്തേക്ക് മാത്രമല്ല അതിലെ ഏറ്റവും പുതിയ സാങ്കേതിക മേഖലകളിലേക്ക് പോലും ധൈര്യത്തോടെ കടന്നു വരാനുള്ള വലിയൊരു പ്രചോദനമായി അവർ മാറുകയാണ്.
കഴിവുണ്ടെങ്കിൽ ലിംഗഭേദമില്ലാതെ ഏതൊരു കോട്ടയും കീഴടക്കാൻ കഴിയുമെന്ന് ഈ വനിതകൾ തെളിയിക്കുന്നു. ഇനി അടുത്ത തവണ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഒരു വനിതാ റഫറി വിസിലൂതുമ്പോൾ ഓർക്കുക, അത് കേവലം ഒരു കളിയുടെ തുടക്കമല്ല, മറിച്ച് തുല്യതയുടെയും സാങ്കേതിക മികവിൻ്റെയും ചരിത്രപരമായ ഒരു വിജയത്തിൻ്റെ വിളംബരമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.